ഉം, 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 ഉം. എന്താടി ഇനി എന്ത് ചെയ്യാം? ഞാനിവിടെ മാങ്ങ അടച്ചത് അല്ലാണ്ട് കണ്ടിട്ട് തോന്നുന്നു. കാര്യം എന്താ പറ. അന്നൊന്നുമില്ല, കോളേജിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട്. അപ്പൊ എല്ലാരും ഉണ്ട്. നേച്ചി ഫാത്തിമയും ഇൻസാനൊക്കെ ഉണ്ട്. ഞാനും പൊക്കോട്ടെ. അയ്യടി അതിന് ഇപ്പൊ കുട്ടി ബസ്സിന് കയറിയിട്ടില്ല. നടക്കില്ല മോളെ. ടൂറുണ്ടായിരിക്കും പറഞ്ഞത് ഇപ്പൊ നടക്കില്ല. എന്റെ അടുത്ത് ബഡ്ജറ്റ് ഇല്ല ഒന്നാമത്തെ കാര്യം. നമ്മുടെ കാര്യം ഉപ്പാനോട് ചോദിക്കാൻ എനിക്ക് പറ്റില്ല. നീ പോയി കിടന്നുണങ്ങി സമയം ഒരുപാട് അയക്കുന്നു. എന്താണ് എന്നെ മാത്രം എത്തിക്കും പറഞ്ഞിട്ടില്ല, ബാക്കി എല്ലാരും പറഞ്ഞിട്ടില്ല. അത് പോട്ടെ, പ്ലീസ് കൂടുതൽ വിളച്ചെടുക്കല്ലേ. പോകാൻ പറ്റില്ല പറഞ്ഞാൽ പോകാൻ പറ്റില്ല. ഇനിയിപ്പൊ അതിന്റെ പേരിൽ കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞിട്ടില്ല. 10ൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ വൺ ഡേ ട്രിപ്പ് വിട്ടതല്ലേ, നിനക്ക് ഓർമ്മല്ലേ? അത് വൺ ഡേ ട്രിപ്പ് അല്ലേ? അത് പേര് കുട്ടികളെ പോകാത്ത എല്ലാരും പോകണ്ടാവും വൺ ഡേ ട്രിപ്പ്. അയ്യോ, ഇവിടെ വൺ ഡേ ടൂർ നോക്കിട്ട് പിടിച്ച് ഞാൻ വൺ ഡേ ടൂർ പോയിട്ട് ഈ ഇട്ടവട്ടം നോക്കിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. എനിക്ക് വരാതില്ല. അവൾ വൺ ഡേ ടൂർ പോയിട്ട് അതൊക്കെ പോരട്ടെ. നീ കോടി നിന്റെ പണി നോക്കിട്ട് പോയി കിടന്നു. അല്ലെങ്കിൽ അവരോടൊക്കെ ഞാൻ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞിട്ടില്ലാന്ന്. പിന്നെ അവർക്ക് എത്ര ഞാൻ പറഞ്ഞത് അവർക്ക് വിശ്വാസമില്ല. അവര് പറയാ നമ്മുടെ കൂട്ടത്തില് ഏറ്റവും നല്ല ഒന്നിനെ കിട്ടിയിരിക്കുന്നത് നിനക്കാണ്. നിന്റെ നീ ഭയങ്കര ഫ്രീയാണ്, എല്ലാവരോടും ഇടപെടുക. നിന്റെ നീ ഭയങ്കര ഓപ്പണാണ്. ഈ ജലക്ഷയം തിരിക്കുന്ന നിനക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് ഇടപെടുന്ന എല്ലാവരോടും എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ നിങ്ങളോടല്ലേ വീട്ടിൽ വന്നാൽ അറിയാം നമ്മുടെ ശരിക്കുള്ള ഡാക്ടറാണ്. അപ്പൊ നീ കൂടി നിനക്ക് നിന്റെ ഉമ്മീനെ അറിഞ്ഞിട്ടാണ്. നിന്റെ ഉമ്മീനെ പോലെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒന്നും വേറെ ഉണ്ടാവില്ല. ആ എനിക്ക് ഒന്നും എന്നെ പറഞ്ഞേക്കാതിരിക്കുന്ന അവർക്കെല്ലാം മനസ്സിലാവും. അപ്പൊ ചെറുപ്പം ഞാൻ പറയും ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ ഇവിടെ വരെ പോകും. ആ കുട്ടികളുള്ളൂ ഞാൻ പറഞ്ഞൂടാ. നീയിപ്പൊ അവരെന്നെ കുറിച്ച് എന്താ വിചാരിക്കുക അത് വിചാരിച്ചു. അല്ലെങ്കിൽ ഞാൻ വിടില്ലായിരുന്നു. എന്നാ ശരി, വീട്ടിൽ കിടന്നോളൂ. എനിക്ക് കുറച്ച് തിരക്കുന്നു.